ഇന്നത്തെ ദിവസം ഷാനവാസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. ഷാനവാസ് മെയിൻലി, ബാക്കിയുള്ളവരെയും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഷാനവാസിന് വേണ്ടിയിട്ട് ലാലേട്ടനും ബിഗ് ബോസ് ടീമും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ മിസ്റ്റേക്സ്, ഷാനവാസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഷാനവാസിൻ്റെ സ്വാർത്ഥത, ഷാനവാസിനുള്ള പ്രശ്നം വെച്ചാൽ മറ്റുള്ള പഴയ കാര്യങ്ങൾ എടുത്ത് പറയൽ, അതെല്ലാം ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് മാറുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഷാനവാസ് മാറുമെന്ന്? എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് മാറുന്നു. ഷാനവാസ് അതേ ഗെയിം കൊണ്ടുപോകും, പെങ്ങളൂട്ടീനെ തന്നെ കൊണ്ടുപോകും. ആദില ഷാനവാസിൻ്റെ കൂടെ പുറത്ത് വരണമെന്ന് ആഗ്രഹമൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ്. പക്ഷെ അത് സമ്മതിക്കുമോ ഷാനവാസ്? അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഒന്നില്ലെങ്കിൽ ഷാനവാസിൻ്റെ കൂടെ തന്നെ പിന്നെയും വന്ന് ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വിട്ട് കൊടുക്കൂല ഷാനവാസ്. അത് ഷാനവാസിൻ്റെ ഗെയിം തന്നെയാണ്. ആദിലിനെ നൂറിനെയും കൊണ്ടുനടക്കും. ഷാനവാസിന് എപ്പോഴും ഗ്രൂപ്പ് വേണം, അതൊരു ഗ്രൂപ്പ് ഗെയിമാണ്. അപ്പോൾ ഗെയിം ഒട്ടുമേ അറിയില്ല. ഇപ്പോൾ സീക്രട്ട് ടാസ്ക് തോറ്റു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് മനസ്സിലായില്ല. അത് നമുക്ക് മനസ്സിലായി, പുള്ളിക്കാരൻ ഗെയിം എന്താണെന്ന് മനസ്സിലായി. ബിഗ് ബോസ് ഗെയിംസ് എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ഒരാളാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാ ടാസ്ക്കും, ഞാൻ പറയാം ഓരോ ടാസ്ക് എടുത്തിട്ട് പുള്ളിക്കാരൻ ഗെയിമേ മനസ്സിലായിട്ടില്ല. അത് നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ ബിഗ് ബോസേ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബിഗ് ബോസേ കാണാതെ ഒരാൾ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് വരുന്നു? അതും ഈ 7th സീസണാണിത്. തോന്നുന്നുണ്ടോ? അതൊരു ആക്ടർ, ഇത്ര മീഡിയ എക്സ്പോഷറുള്ള ആൾ പ്രിപ്പയർഡ് അല്ലാതെ വരുമോ? ഒരു എന്താണ് സംഭവം എന്നറിയാതെ വരുമോ? അപ്പോൾ അതൊക്കെ അറിയാം. അതൊക്കെ വെറുതെ ഒരു അവിടെ എങ്ങനെ തടി തപ്പാം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇട്ട, പുള്ളിക്കാരൻ്റെ വായിൽ ഇങ്ങനെ സരസ്വതി വളഞ്ഞു വെക്കാന്ന് പറയും. ഇങ്ങനെ എന്താണ് അവിടെ നിന്ന് വെച്ചാൽ അങ്ങനെ എടുത്തിടും. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. എനിക്ക് ഷാനവാസ് ഇത്ര ആളും മനസ്സിലായ സ്ഥിതിക്ക് അവിടെ നിൽക്കാൻ വേണ്ടി എന്തും പറയാവുന്ന ഒരാളാണ് ഷാനവാസ്. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ബോഡി ലാംഗ്വേജ്. എന്തിനാണ് ഇത്ര ഡിഫെൻസീവായിട്ട് നിൽക്കുന്നത്? അതായത് ഒരു ലാലേട്ടൻ എന്നൊരു ഹോസ്റ്റ് അവിടെ നിൽക്കുവാണ്, പുള്ളിക്കാരനോട് പറയുവാണ് ഇന്ന കാര്യങ്ങളെ പറ്റി, പുള്ളിക്കാരൻ്റെ ഓരോ മിസ്റ്റേക്സ് പറയുവാണ്. അപ്പം അവിടെ നിന്നിട്ട് അത് ഭയങ്കര ഡിഫെൻസീവായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് അത് ഓപ്പൺ മൈൻഡിൽ കേട്ട് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഷാനവാസ് ചെയ്യേണ്ടത്. അതിന് പകരം ഡിഫെൻസീവ് ബോഡി ലാംഗ്വേജ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ലാലേട്ടനും ദേഷ്യം വന്നു, ഷാനവാസിനോട് ദേഷ്യം വരുന്നു. ടാസ്ക് കറക്റ്റായിട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ടാസ്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. ഷാനവാസ് ഏത് ടാസ്ക്കാണ് കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്? ഫാക്ടറി ടാസ്കിൽ ഷാനവാസാണോ ചെയ്തത്? അവിടെ ചെയ്തത് അക്ബറും മറ്റേ അഭിലാഷും ഒനീലും ഒക്കെയാണ് ടാസ്ക് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോയത്. ഓർമ്മയുണ്ടോ? അത് എനിക്ക് ഓർമ്മയുണ്ടത്. അവിടെ ഷാനവാസ് ഒന്നും ഐഡിയ ഇട്ടിട്ടുണ്ടായില്ല, ഒന്നുമേ ഐഡിയ ഇട്ടില്ല. ഷാനവാസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുളമാക്കിയാനെ. ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും അതിൽ നൂറോടും പറഞ്ഞത് കുളമാക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഷാനവാസിനോട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് ഭാഗ്യം, അവിടെ അക്ബറിന് തെറ്റ് പറ്റിയില്ല. അങ്ങനെ ആ ടാസ്ക് പൂർത്തിയായി. ഇനി അടുത്ത് വന്നത് എന്തായിരുന്നു? ഹോട്ടൽ ടാസ്കിൽ എന്താണ് ചെയ്തത്? ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി എന്തൊക്കെ ടൈപ്പ് ഗസ്റ്റുകൾ വരും, ആ ഗസ്റ്റുകളെ എങ്ങനെ മാനേജ് ചെയ്യാം, അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ ഈ ബിഗ് ബോസ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓരോ ടാസ്ക്കും നിങ്ങളുടെ ഓരോ ഗുണങ്ങൾ പരീക്ഷിക്കുന്നതായിരിക്കും ഓരോ ടാസ്ക്. അത് ചിലതിൽ നിങ്ങളുടെ അഗ്രസീവ്നെസ് കുറച്ച് എത്ര അഗ്രസീവ് നിങ്ങളാവും അത് എക്സ്പോസ് ചെയ്ത് കൊടുക്കും. പിന്നെ രണ്ടാമത്തിൽ എത്ര നിങ്ങൾ സപ്രസ് ചെയ്താലും നിങ്ങൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാതിരിക്കും അത് കാണിക്കും. പിന്നെ അങ്ങനെ പലതും, എത്രത്തോളം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും, എത്രത്തോളം നിങ്ങൾ ഇമോഷണലാണ്, ഇങ്ങനെ കാണിക്കുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ്. അപ്പോൾ അതിൽ നിങ്ങൾ ഓരോ ടാസ്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാത്തിനും തോൽവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹോട്ടൽ ടാസ്ക് അത് പറഞ്ഞു, റിയാസിനകത്ത് പൊട്ടിത്തെറിക്കും. അവിടെ പൊട്ടിത്തെറിക്കല്ല വേണ്ടത്, അവിടെ കാണിച്ച ഷോ അതൊക്കെ വളരെ എനിക്ക് വലിയ മാസമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു അത് കറക്റ്റായിട്ട് ആ ടാസ്ക് ചെയ്തിട്ടില്ല. ഇനി അത് റിയാസ് അലീം ആയതുകൊണ്ടാണ് എല്ലാവരും അത് പൊക്കി കൊണ്ടുപോയത്, അതിന് സത്യം പറയും. അല്ലെങ്കിൽ ആ ടാസ്ക് ശരിക്കും അതല്ല, ഞാൻ അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി ബോട്ടിൽ ടാസ്കിലും അവരെ ഒരു ഇമ്മ്യൂണിറ്റി വരും എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളിക്കാരൻ അവിടെ പേടിയായി തുടങ്ങി. എന്നിട്ട് അവരെല്ലാവരും കൂടി എന്താണ് ചെയ്തത്? ആർക്കും കിട്ടാത്ത തരത്തിലാണ് അവർ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എനിക്കതല്ല ഓർമ്മയുണ്ട്. അവിടെയും ടാസ്ക് കുളവാക്കി. ഇനി അടുത്ത് വന്ന് ബി ഡാൻസ്. ഈ ഡാൻസിൽ പുള്ളിക്കാരൻ കൊടുത്ത ക്യാരക്ടർ പുള്ളിക്കാരൻ തന്നെ ആയിട്ട് നിന്നാലും കുറച്ചൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്താലും ഒന്ന് ആ മാനറിസം മാറ്റിയാൽ കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റും. അതും പുള്ളിക്കാരൻ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ആ ഒരു ക്യാരക്ടർ റോള് പുള്ളിക്കാരന് കൊടുത്താൽ ചെയ്യട്ടെ, അതെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് കാലിബർ ഉള്ളവർക്കേ കൊടുക്കൂ ടാസ്ക്. ബിഗ് ബോസ് ടീമിന് അറിയാം എന്തുകൊണ്ടാണ് സീക്രട്ട് ടാസ്ക് ഇവരുടെ ടീമിന് കൊടുക്കാഞ്ഞത്. കാരണം അത് കാലിബർ ഇല്ല, അവർക്ക് ആ കാലിബർ കുറവാണ്. അതുകൊണ്ടാണ് ആര്യനൊക്കെ കൊണ്ട് ആ സീക്രട്ട് ടാസ്ക് കൊടുക്കാൻ കാരണം തന്നെ. അപ്പോൾ ഈ ടാസ്കുകളൊക്കെ കുളമാക്കിയതിൽ ഒരു ഭാഗം നമ്മുടെ ഷാനവാസിനുണ്ട് അവിടെ കൈ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അത് തന്നെയാണ് ഉമ്മയൊക്കെ അവിടെ നിന്ന് പറയുന്നത് പല ടാസ്കും കൊളാക്കുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മോസ്റ്റ് ഓഫ് ദ ടാസ്ക് കൊളാക്കിയിട്ടുണ്ട് ഷാനവാസ്. ഭയങ്കര പേടിയാണ്. എന്തിനാ ഇത്ര പേടിക്കുന്ന? ഒരു ബി ഷോയിലല്ലേ, ഷോയിൽ ഒന്നിൽ നിൽക്കും അല്ലെങ്കിൽ പുറത്ത് പോകും, ഇത്രയല്ലേ ഉള്ളൂ. പ്ലേറ്റ് ആസ് ഇറ്റ് ഇസ് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത് കുത്തിത്തിരിപ്പിൻ്റെ കാര്യമാണ്. ആദില വന്നിട്ട് പറയുന്നുണ്ട്, ഷാനവാസും ആദിലയും നൂറയും കൂടി പറയുന്നുണ്ട് നമുക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ടത്. ഇനി ഇത് ആർക്ക് കൊടുക്കണ്ടെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഞാനും കണ്ടപ്പോൾ എനിക്ക് പേരെടുത്ത് പറയുന്നില്ലല്ലോ. ലാലേട്ടൻ ചോദിച്ചിട്ട് ആർക്കുന്നു, അപ്പോൾ അക്ബറിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്ബറിന് എന്തുകൊണ്ടെന്ന് പറയുമ്പം
ആദില പറയുന്നു അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, വാക്കുകൾ കൊണ്ട് നോവിക്കുന്നു. അപ്പോൾ ഈ ആദില നോവിക്കുന്നില്ലേ? ലാലേട്ടൻ ചോദിച്ചു ശരിയല്ലേ, ആദില നോവിക്കുന്നു. എന്തൊക്കെ ആദില അനീഷിനെ പറയാറുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ആദില പറയാറുണ്ട്. അനീഷിനായാലും ഷാനവാസിനോടും കുറച്ച് സോഫ്റ്റ് കോൺട്രോൾ ഉണ്ട്, ബാക്കി എല്ലാവരോടൊക്കെ ഇങ്ങനെ ആദില പറയുന്ന ഭാഷകൾ മോശമാണ്. അത് എസ്പെഷ്യലി ആദിലയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്, ഭാഷ സൂക്ഷിച്ച് ഉപയോഗിക്കുക, നിങ്ങളിൽ നിന്നൊക്കെ കുറച്ചും കൂടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അത് കറക്റ്റാണ്. അതിലൊക്കെ ഭയങ്കര പ്രോഗ്രസീവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എനിക്കറിയണം, ഞാനൊന്നും ഇങ്ങനത്തെ സ്ഥലത്ത് നല്ല വരുന്നത്, എനിക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വരാറില്ല. അപ്പോൾ ഞാനും ലാലേട്ടൻ പറഞ്ഞാലും ഞാനും പറയത്തുള്ളൂ, നിങ്ങൾ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ല സംസാരിക്കുക. അത് ഫസ്റ്റ് കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ കുത്തിത്തിരിപ്പ് എന്ന് ഇവർ പറയുന്നല്ലോ, ഈ അക്ബറിന് മനസ്സിലായിട്ട് പോലും ഇല്ല അക്ബറാണ് അവരുടെ വില്ലെന്ന്. ഇന്നാണ് അക്ബറിന് മനസ്സിലായത് അക്ബറാണ് അവരുടെ വില്ലെന്ന്. അപ്പോൾ അക്ബറിനും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അക്ബറെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇവ ഈ 4 പേരുടെ പണി. 4 പേര്, അനുവും മോശമൊന്നുമല്ല, അത് തന്നെയാണ് അവരുടെയും പണി. ഇനി ഷാനവാസ് പറയുന്ന റീസൺ, അപ്പോൾ ഈ കുത്തിത്തിരിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് പറയാനുള്ളത് ഏതാണ് റീസൺ എന്നറിയോ? നമ്മുടെ ആദ്യത്തെ വീക്കിൽ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ പുകഞ്ഞ കൊള്ളി പുറത്ത് അല്ലേ, പുകഞ്ഞ കൊള്ളി പുറത്ത്, ആ ടാസ്കിൽ ഇവരെല്ലാവരും കൂടി ഇവർക്ക് പവർ കിട്ടിയല്ലോ, ആരെങ്കിലും ഒരാളെ പുറത്ത് എക്സ്ചേഞ്ചിന് മാറ്റാന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതിൽ ഷാനവാസിനെ അക്ബർ ആണ് പുറത്തേക്ക് മാറ്റിയത്. ആ ടാസ്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും. അതുതന്നെ ആ ടാസ്കിൻ്റെ പേരിലാണ് ഈ ഇപ്പോഴും കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്താണ്, അവിടെ തൊട്ടേ അക്ബറിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. എൻ്റെ പൊന്ന് ഷാനവാസേ, ഇനി ലാലേട്ടൻ പറഞ്ഞു തരുമ്പോൾ എങ്ങനെ മാറ്റി കളിക്കാൻ നോക്കാം. അതിന് ഗെയിം അറിയാത്ത ആൾക്കാരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമല്ല. ബിഗ് ബോസേ കണ്ടിട്ടില്ല, ബിഗ് ബോസ് അറിയാം. എൻ്റെ ബിഗ് ബോസ് എന്തിനാണ് ഈ ഒന്നുമേ അറിയാത്ത ആൾക്കാരെ കൊണ്ടുവരുന്നത്? അതിലെനിക്ക് ചോദിക്കാനുള്ളൂ. ഈ 2 കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ. ഇനി സീക്രട്ട് ടാസ്ക് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ ഒട്ടുമേ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തിനാണ് ആ സീക്രട്ട് ടാസ്ക് പൊളിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരോട് പോയി പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെയല്ല, സീക്രട്ട് ടാസ്ക് എന്ന് മനസ്സിലായി എന്താണ് സീക്രട്ട് ടാസ്ക്. പക്ഷേ അന്ന് അപ്പോൾ ഒട്ടുമേ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുമല്ലോ, അറിയില്ല. അപ്പം ഞാൻ മിണ്ടായിരുന്നു, എനിക്കിതിൽ വേണ്ട, നീ വേറെ ആരും നോക്കിക്കോ, ഞാൻ വരുന്നത്, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണെങ്കിൽ മനസ്സിലാക്കാം. അത് അങ്ങനെയല്ല, സീക്രട്ട് ടാസ്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരോടും പോയി പൊളിക്കാൻ നോക്കിയത്. മനസ്സിലായോ? എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒന്നും മനസ്സിലാകാത്ത സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യാം? അങ്ങനെയല്ല. അപ്പോൾ സീക്രട്ട് ടാസ്ക് അറിയാം, അതുകൊണ്ടാണ് എല്ലാവരോടും പോയി പറഞ്ഞതും. ലാസ്റ്റ് പറഞ്ഞത് ഇമ്മ്യൂണിറ്റി കിട്ടാനായിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് അത് പൊളിക്കാൻ തോന്നിയത്. അതൊക്കെ ഷാനവാസ് ചെയ്തത് തന്നെയാണ്. അതൊക്കെ കവറപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. എനിക്ക് ബിഗ് ബോസ് ഗെയിമേ അറിയില്ല, അതൊക്കെ നമ്മുടെ അടുത്ത് പോകില്ല. ഓഡിയൻസ് എത്ര കണ്ടിരിക്കുന്നു. ഇനി പണ്ടത്തെ ഓഡിയൻസ് അല്ല, സീസൺ 7 ആയി. ഞങ്ങൾക്ക് ഇനി ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഷാനവാസ് അവിടെ കളിക്കാൻ നോക്കിയതാണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ല അത് ആരുടെ അടുത്തും പോകുന്നു. ഓഡിയൻസും പോകില്ല, ഓഡിയൻസിൻ്റെ അടുത്ത് ഇത് പോകില്ല, ഇനി ലാലേട്ടൻ്റെ അടുത്തും ബിഗ് ബോസ് ടീമിൻ്റെ അടുത്ത് ഇത് പോകില്ല. ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി അടുത്ത് പറയാനുള്ള ലക്ഷ്മി അക്ബറിനെ അഗേൻസ്റ്റ് കുറച്ച് കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? മറ്റേ ടാസ്ക് അക്ബർ എന്തിനാണ്, അപ്പോൾ അക്ബറിനോട് ലാലേട്ടൻ ചോദിച്ചില്ല എന്തിനാണ് ഷാനവാസിൻ്റെ അടുത്ത് വേറെ നവീൻ ഇതിനെടുക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞത് നവീനൊക്കെ ഇവർ രണ്ട് ഷുവർ അല്ലായിരുന്നു. നമുക്കറിയാലോ, നവീനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആവും, ബാക്കി ആരടുത്ത് പറഞ്ഞാൽ മറ്റൊരു ലീക്കാവും, ഗ്രൂപ്പായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സുഖം ഷാനവാസിനെ വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പക്ഷേ അത് അക്ബർ സിൻസിയറായിട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ. അക്ബറിന് അവിടെ വലിയ ഗെയിമൊന്നും ഉണ്ടായിരുന്നില്ല. അക്ബർ വലിയൊരു ഗെയിമർ, അങ്ങനെ ഭയങ്കര തല പൊളിഞ്ഞ ഗെയിമാണ് അക്ബർ അവിടെ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ അക്ബറിനെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാണ്. പക്ഷെ അങ്ങനെ കളിച്ചില്ല. പുള്ളിക്കാരൻ നോർമൽ രീതിയിൽ പറഞ്ഞങ്ങ് പോയിട്ടാണ് ഷാനവാസിനെ എടുത്തത്. അവിടെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എല്ലാവർക്കും ഷുവറിറ്റി ഉണ്ടായിരുന്നില്ല വേറെ ആളിലും. അതും വേറെ കാര്യം. അപ്പോൾ ആര്യന് ഉറപ്പുണ്ടായിരുന്നില്ല നിവിൻ. അപ്പോൾ ഇനി ഒന്ന് ഷാനവാസ് എടുത്തു. അപ്പോൾ ഷാനവാസിനെടുത്ത് ലക്ഷ്മി അത് കഴിഞ്ഞിട്ട് പറയുന്നത് അക്ബറിൻ്റെ ഡിസിഷൻ കൊണ്ട് മാത്രമാണ് ഷാനവാസിനെടുത്തതെന്ന്. അതല്ല, അത് ആര്യനും അവിടെ സമ്മതിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്, അത് ഞാനും കണ്ടിട്ടുണ്ട്. ആര്യന് സമ്മതിച്ച ശേഷമാണ് അക്ബർ പോയി സംസാരിച്ചത്. അങ്ങനെ പോയി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം അപ്പോൾ ലക്ഷ്മിക്ക് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് അക്ബറിന് എഗെയിൻസ്റ്റ് അതിടണം. ഒന്നാമത്തെ വേറെ കാര്യമുണ്ട്, ലക്ഷ്മി വൈൽഡ് കാർഡ് എൻട്രിയാണ്. വൈൽഡ് കാർഡ് എൻട്രി എന്നുള്ള രീതിക്ക് പുള്ളിക്കാരിയുടെ വിചാരം എന്താണ്, അക്ബർ നെഗറ്റീവാണ്. ഈ ബിഗ് ബോസ് ഗെയിമിന് ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ ഓരോ വീക്കും ഗെയിം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ പോസിറ്റീവ് അയാൾ പിറ്റേ ദിവസം നെഗറ്റീവ് ആവും. ഇതാണ് ഈ ഗെയിം. അത് എസ്പെഷ്യലി സീസൺ 7 ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗെയിമാണ്. അതിലാണ് ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ട് ഇങ്ങനെ അവരുടെ പണ്ടത്തെ ഗെയിം സ്ട്രാറ്റജി വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിക്ക് ഒരുവിധം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ലക്ഷ്മിയോട് വന്ന ആൾക്കാരൊക്കെ മെജോറിറ്റി പോയി. പിന്നെ ലക്ഷ്മി ഇപ്പോൾ പിടിച്ചിരിക്കുന്ന വേറെ ഒന്നുകൊണ്ടല്ല, LGBTQ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും കൂടിയാണ് പുള്ളിക്കാരി അവിടെ പിടിച്ച് നിൽക്കുന്നത്. പുള്ളിക്കാരിക്ക് വേണ്ടി വോട്ടും അങ്ങനത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്. മനസ്സിലായോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ലക്ഷ്മി വിചാരിക്കുന്നത് ലക്ഷ്മിയുടെ ഗെയിം കറക്റ്റാണെന്ന്. അങ്ങനെയല്ല, അതുകൊണ്ടല്ല. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പഴയ കണ്ടുവന്ന സംഭവം പിന്നെ എടുത്തിടാൻ നോക്കരുത്. ആഴ്ചകൾ മാറിപ്പോയിരിക്കുന്നു, അത് ലക്ഷ്മി വിചാരിക്കുന്നില്ല. അപ്പോൾ അത് ലക്ഷ്മിയുടെ ഗെയിം അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ആതിരയുടെ കാര്യം എനിക്ക് പറയാം. ആതിരയുടെ കാര്യം എന്ന് വെച്ചാൽ ആതിര അവിടെ ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായല്ലോ. ഫിസിക്കൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഗെയിമിനൊക്കെ ഒരു അടി. അപ്പോൾ
അണ്ണൻ തമ്മി കളിക്കണം, അല്ല എന്താ പറയുക, ചേട്ടച്ചൻ എന്ന് പറയാം, ചേട്ടച്ചൻ കളിക്കുവാണല്ലോ ഷാനവാസ്. അപ്പോൾ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കാര്യം പറയട്ടെ, ഫിസിക്കൽ അവിടെ ആരും ഫസ്റ്റ് ഓഫ് ഓൾ ആരും സഹോദരനൊന്നും അല്ല കേട്ടോ. ഇത് സ്വന്തം അച്ഛനമ്മയുടെ എന്താണ് ടോർച്ചർ സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ പുറത്തേക്ക് വന്നത് അതില സ്വന്തം അച്ഛൻ. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് സഹോദരനൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നത്? അതൊന്നും അങ്ങനെ ഇവരൊക്കെ ഇവരെന്താണ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് അതേ സ്ഥാനത്തിലേക്ക് വീണു പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ആദില പ്രതികരിക്കണമായിരുന്നു, ആദില വല്ല നൂറേയും പ്രതികരിക്കണമായിരുന്നു. എന്തോ എൻ്റെ പാർട്ട്ണറെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അത് എൻ്റെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും എൻ്റെ പാർട്ട്ണറെ അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് നൂറ് എന്തിനു സമ്മതിച്ചു കൊടുക്കണം? ആദിലവിടെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? സ്വന്തം ദേഹത്ത് കൈവച്ചിട്ട് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അവിടെ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അവിടെ അതിലവിടെ സ്റ്റാൻഡ് എടുക്കണമായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ അതിലവിടെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ അതിന് വരെ അതിലവിടെ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അതിലെ പറഞ്ഞു വേറെ വല്ലവരാണെങ്കിൽ ഞാൻ ചെയ്തത്, അതും തെറ്റാണ്. അതെന്താണ്? ഒരാൾക്ക് വേറെ റൂള് എന്താണ്? ഇവിടെ വന്നിട്ട് കണ്ടിട്ടുള്ള ബന്ധമല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഈ പറഞ്ഞ ഇക്കൊക്കെ പുറത്ത് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്കൊരു വിശ്വാസമില്ല. ഷാനവാസായതുകൊണ്ട് എനിക്ക് ഒന്നുമേ എനിക്ക് വിശ്വാസമില്ല. പുള്ളിക്കാരൻ്റെ സൗകര്യത്തിന് കാര്യങ്ങൾ മാറ്റി മറിക്കുന്ന ഒരാളാണ്. ഇന്ന് തന്നെ ഉണ്ടല്ലേ സീക്രട്ട് ടാസ്ക് എത്ര കഴിഞ്ഞെന്ന് പറയുമ്പോൾ ലക്ഷ്മി ഈ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ അവിടെ ഇട്ട് അക്ബറിൻ്റെ തലയിലേക്ക് എടുത്തിട്ട് ഇടുവാണ്. നീ അറിഞ്ഞുകൊണ്ട് എനിക്ക് തന്നുകൊണ്ടാണ് ഈ സീക്രട്ട് ടാസ്ക് പൊളിഞ്ഞത് അത്രേ. അപ്പോൾ ആലോചിച്ച് നോക്ക്, എന്താണ് ഈ മനുഷ്യന് പറഞ്ഞു കൊടുക്കുക? എന്താണ് ഈ മനുഷ്യന് പറയാൻ പറ്റുക? ഒന്നുമേ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ അടുത്താണ് ആദില ഇങ്ങനത്തെ ഗെയിം കളിക്കുന്നത്. അത് വളരെയധികം മോശമാണ്. ആദിലേക്ക് തന്നെ അത് നെഗറ്റീവായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. റെസ്പോണ്ട് ചെയ്തതിന് ആദിലേക്ക് അത്രയ്ക്ക് നെഗറ്റീവായിട്ട് വരില്ല. ഇനി അനീഷിൻ്റെ കാര്യം പറയുമ്പോൾ PR കാര്യം. ഓക്കെ, എനിക്ക് PR കാര്യം പറയാനുണ്ട്. PRൻ്റെ കാര്യം തന്നെ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും PR അറിയാം. അനീഷ് അവിടെ കളിക്കുന്ന മുഴുവൻ ഫുൾ ഒരു നാടകമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അത് PR എനിക്ക് ഒട്ടുമേ അറിയില്ല, അയ്യോ ഒട്ടുമേ അറിയാത്തൊരു ഉണ്ണി, ഞാൻ എന്താ പറയാന്? നമ്മളെ ഫൂളാക്കുന്നത്. നമ്മളൊന്ന് ഫൂളാവാൻ നിന്നു കൊടുക്കരുത്. ഇതൊക്കെ വെറുതെ കളിയാണ്. എനിക്കിത് ശരിക്കും നിഷ്കു കളിക്കുന്ന പോലെ തോന്നുന്നു. നിഷ്കളങ്കനായ ഒരു പുത്രൻ, എനിക്കതുപോലെ തോന്നുന്നുണ്ട്. കാരണം PR അറിയാം, പുള്ളിക്കാരൻ എല്ലാം അറിയാം. 2 കൊല്ലം പുള്ളിക്കാരൻ വീട്ടിലിരുന്ന് എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ ബിഗ് ബോസ് വരാൻ പരിശ്രമിച്ചു. ആദ്യത്തെ ഒരു ഓഡീഷൻ ചെയ്തു, കിട്ടിയില്ല. രണ്ടാമത്തെ ഓഡീഷൻ കിട്ടിയില്ല, രണ്ടാമതിൽ കിട്ടിയല്ലോ. പക്ഷേ അപ്പോൾ അത്ര നാൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും PR. പിന്നെ 12 ദിവസം മുമ്പേ അറിയിച്ചു എന്ന് പറഞ്ഞ്, ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് ഓൾമോസ്റ്റ് അറിയിച്ചൊന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞപ്പോൾ പ്രൂഫ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വേറെ ഒന്നും പറയാണ്ടായല്ലോ, അത് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ കളവ് മതി നമുക്ക് ഒരാളിലുള്ള വിശ്വാസം പോകാനായിട്ട്. അതെനിക്ക് പറയാനേ ഉള്ളൂ. അനീഷ് ആ ഒരു കളവ് എന്തിനാ പറഞ്ഞത്? അതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പറഞ്ഞെങ്കിലും അത് ഒരു കഴമ്പില്ലാത്ത കളവാണ്, മനസ്സിലായോ? പിന്നെ കോമണർ കാർഡ് എടുക്കുക. ആ കോമണർ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. അനീഷിൻ്റെ റീൽസ് ഉണ്ടാക്കുന്നതും അനീഷിന് അഭിനയം അറിയാവുന്നതും എല്ലാം ഇന്ന് ലാലേട്ടൻ പൊളിച്ചു കൊടുത്തു. ഞാൻ റീൽസ് ഉണ്ടാക്കുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ റീൽസ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ലൈവായിട്ട് ഇത് പറയും, റിവ്യൂസ് പറയും. അതെൻ്റെ ഞാനായിട്ട് തന്നെ നിന്ന് പറയുന്നതാണ്, അല്ലാതെ എനിക്ക് അഭിനയിക്കാനോ അങ്ങനെ വേറെ സംഭവമൊന്നുമില്ല. പക്ഷേ റീൽസൊക്കെ എടുക്കുന്ന ഒരാൾക്ക് അവിടെ പോയി ഒരു ക്യാരക്ടർ റോൾ ചെയ്യാനായിട്ട് ഇത്ര പ്രയാസമുണ്ടോ? ഇത്ര പ്രയാസമൊന്നും ഉണ്ടാവില്ല. അത് കുറച്ചുകൂടി എഫേർട്ട് ഇടണം. അതൊന്നും ചെയ്തില്ലല്ലോ, അതിൻ്റെ ഒരു എഫേർട്ടൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അനീഷ് അവിടെ ഒരു കാർഡ് എടുത്ത് കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കോമണർ കാർഡ് എടുക്കാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. ഇനി ചീറ്റിപ്പോവും. ഇനി അതെടുത്ത് കളിക്കാതെ മര്യാദയ്ക്ക് കളിക്കാം. ഇനി ഷാനവാസിൻ്റെ ഒരു കാര്യം, അനീഷിനോട് ചോദിച്ചു ആരെ സേവ് ചെയ്യണം. അപ്പോൾ ഷാനവാസിനെ വേണം പോലും. ഷാനവാസിനെ സേവ് ചെയ്താൽ മതി, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ തമിഴിൽ ആക്ടിങ് കിട്ടും, വില്ലനായിട്ട്. അത് പുള്ളിക്കാരൻ ഇവിടെ നിന്നാലും നിന്നില്ലെങ്കിൽ പുള്ളിക്കാരന് കിട്ടാനുള്ള ചാൻസ് പുള്ളിക്കാരന് കിട്ടും. അത് ഞാൻ പറയാമല്ലോ. ബിഗ് ബോസ് ജയിച്ചുകൊണ്ട് കിട്ടണമെന്നൊന്നുമില്ല, കയ്യിലിരിപ്പും കൂടി നന്നാവണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. കയ്യിലിരിപ്പും ആക്കാരുള്ള ബിഹേവിയറും. ലാലേട്ടനുള്ള ഇന്നത്തെ ബിഹേവിയർ ഉണ്ടോ ഷാനവാസിൻ്റെ ബിഹേവിയർ? ഇത് ഹിന്ദി ബിഗ് ബോസിലെല്ലാം ആയിരിക്കണമെന്നും സൽമാൻ ഖാൻ എടുത്ത് തൂക്കി വെളിയിൽ എറിയും. പിന്നെ ഈ തമിഴും ഒന്നും നടക്കില്ല. അവിടെ എത്രയോ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഭയങ്കര ബോഡി ലാംഗ്വേജ് ഭയങ്കര മോശമാണ് കേട്ടോ. എനിക്കറിഞ്ഞൂടെ എങ്ങനെയൊക്കെയാണോ, എന്തൊരു ആറ്റിറ്റ്യൂഡാണ് ആ മനുഷ്യന്. ഞാനാണ് ശരി ദേഷ്യം വരുന്നു ഹോസ്റ്റിൻ്റെ അടുത്ത്. ആരാണാവോ, എന്തോ ആയിക്കോട്ടെ. അപ്പം ആ ആളെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ ഇരുന്നു. ഓക്കെ ഫൈൻ, അനീഷിൻ്റെ ഗെയിം എന്ന് ഞാൻ പറയും. ഇത് അനീഷിൻ്റെ ഗെയിമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല, പ്യുവർ ഗെയിമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷാനവാസിനോട് ചോദിച്ചു ഇതിലാരെ സേവ് ചെയ്യണമെന്ന്. ഇവരൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് നേരെ അനുമോളെ പറയുന്നു. അനീഷിനെ കണ്ടില്ല. ചോദിച്ചപ്പോഴാണ് അനീഷിനെ കണ്ടില്ല പോലും. അനീഷിനെ കണ്ടു എന്നുള്ളത് അറിയാം. അനീഷിനെ ഷാനവാസ് ശരിക്കും എതിരാളിയായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഫ്രണ്ടായിട്ടൊന്നുമല്ല. ഇനി എനിക്ക് അനീഷിനൊരു കാര്യം പറയണം. ഈ മെഡിക്കൽ സംഭവങ്ങൾ എടുത്തിടാതിരിക്കുക എന്നല്ല ലാലേട്ടൻ അത് പറയാത്തത്. ഈ ബിഗ് ബോസിൽ അൺഫിറ്റ് ആയിട്ടുള്ള ഒരാളും വരില്ല. അത് ആദ്യമേ ഞാൻ പറയാം. എല്ലാവരും ഫിറ്റായിരിക്കും. പിന്നെ മെഡിസിൻ കണ്ടിന്യൂഷൻ എടുക്കുന്നുണ്ടാവും. അവിടെ എത്രയോ പേര് മെഡിസിൻ കഴിക്കുന്നവരുണ്ടാവും. അതും പറഞ്ഞ് അവർ അൺഫിറ്റ് അല്ല, ദേ ആർ ഫിറ്റായ ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ. അത് ഉറപ്പാണ്. കാരണം അവിടെ എന്തെങ്കിലും ഒരാൾക്ക് പറ്റിപ്പോയാൽ ആ ടീമും എല്ലാവരും പെട്ടുപോകും, കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ.
മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനത്തെ സംഭവമേ ഇല്ല. ഈ ഈ ഷാനവാസ് ആണെങ്കിൽ ഈ മെഡിസിൻ കാർഡ് എടുത്തിടുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഒരു കണ്ടസ്റ്റൻസും അത് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. അത് ബിഗ് ബോസ് ടീം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിവേ ഇത്ര രോഗിയായിട്ടുള്ള ആളാണ് വരുന്നതെങ്കിൽ അത് ബിഗ് ബോസ് ടീം ബാക്കി കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്ന തെറ്റായ കാര്യമാണ്. അതും ഞാൻ പറയുന്നു. അപ്പോൾ എന്തായാലും ഈ അനീഷ് എടുത്ത ആ മെഡിക്കൽ കാർഡിൻ്റെ റീസൺ പറഞ്ഞിട്ടാണ് അനീഷ് ഈ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തത്. എന്താ ഇത്ര വലിയ നന്മമരമോ? പിന്നെ അതൊന്നല്ല, പുള്ളിക്കാരൻ്റെ ഗെയിമാണത്. അത്രേ ഉള്ളൂ. ഗെയിമിലെ പാട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം അത്രയ്ക്ക് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് അവിടെ നോക്കിക്കോ. അനീഷ് ഇത് കഴിഞ്ഞിട്ടും പോയി ഷാനവാസിനോടെ പോയി ഷാനവാസേ എന്ന് പറഞ്ഞ് ഇരിക്കും. ഷാനവാസേ എന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. അടുത്ത ആഴ്ച അതൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. ഇനി അനീഷും ഷാനവാസും കോമ്പോ പിന്നെയും പിടിക്കും. കുറച്ചുകൂടി നന്നായിട്ട് ചിലപ്പോൾ ഷാനവാസ് അനീഷിനോട് പെരുമാറാൻ സാധ്യതയുണ്ട്. ചിലപ്പം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ PR-ൻ്റെ ഈ സംഭവങ്ങൾ എടുത്തിട്ടാലും അനീഷിനെ പിന്നെ എനിക്കറിഞ്ഞൂടാ. അനീഷിനെ അവിടെ തൊഴുതിരിക്കുമായിരിക്കും ഷാനവാസിനെ. എനിക്കറിയില്ല. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഒന്നും റിയാക്ട് ചെയ്യത്തില്ല. അങ്ങനെ കേട്ടിരിക്കുമായിരിക്കും. എനിക്കറിഞ്ഞൂടാ. അങ്ങനെ അനീഷിൻ്റെ ഗെയിം അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു പ്രതീക്ഷയില്ല എനിക്ക്. അങ്ങനെയാണ് പോകുന്നതെങ്കിൽ പ്രതീക്ഷിക്കേണ്ട. സാധാരണ ഓഡിയൻസിന് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഫാൻസ് വോട്ട് ചെയ്യും, ഫാൻസും PR-ഉം ഒക്കെ വോട്ട് ചെയ്തായിരിക്കും, അറിയില്ല. സാധാരണ ഓഡിയൻസിന് അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കാര്യങ്ങൾ മനസ്സിലാവും. ഇത് നമ്മളെ പറ്റിക്കുന്നതാണെന്നും അങ്ങനെ ആരും ഇത്ര മഹാന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല ഈ ലോകത്ത് കേട്ടോ. എല്ലാവരും സ്വന്തമായിട്ടുള്ള സെൽഫിഷ്നെസ് തന്നെയാണ് ജീവിക്കുന്നത്, സംശയമില്ല. അപ്പം ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുണ്ടായിരുന്നത്. ഇനി ഭയങ്കര വലിയ എപ്പിസോഡായിരുന്നു. പറയാൻ പോയാൽ കുറേ ഉണ്ട്. എഴുതി കുറേ എഴുതാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചില്ലേ മെയിൻ സംഭവങ്ങൾ പറയാം, അല്ലാതെ വരുന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഒക്കെ വരുമല്ലോ. നാളെ അത്ര ഒന്നും ഉണ്ടാവില്ല. നാളത്തെ വീക്കെൻഡ് കുറച്ച് ഷോർട്ട് ആവാനാണ്, മീൻസ് അല്ലെങ്കിൽ ഇച്ചിരി ലൈറ്റ് ആവാനാണ് സാധ്യത. ഷാനവാസിനെ കുറേ ഫയർ ചെയ്തുകൊണ്ട് കുറച്ചൊന്ന് ലൈറ്റ് ആവും. പിന്നെ കുറേ വേറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുമായിരിക്കും. പിന്നെ ഒരാളെ എവിക്റ്റോ 1-2 ആളൊക്കെ ചിലപ്പോൾ എവിക്റ്റ് ആവുമായിരിക്കും. പിന്നെ അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് 3 പേരാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ലക്ഷ്മി, ആരായിരുന്നു, നെവിൻ സേവ് ആയിട്ടുണ്ട്, ലക്ഷ്മി, നമ്മുടെ ബിന്നി, പിന്നെ ആരായിരുന്നു, സാബുമാൻ സേവായി, അനുമോൾ സേവായി, അക്ബർ. ഈ 3 പേരാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ നമുക്ക് പ്രമോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായത് ലാസ്റ്റാണെന്നാണ് പറഞ്ഞത് അവർ. അപ്പം ബാക്കിയുള്ളവർ സേവ് ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇവരിൽ 3 പേരിൽ ഒരാളായിരിക്കും പോവുക. അപ്പോൾ ഒരാളോ ചിലപ്പോൾ 2 ആളോ പറയാൻ പറ്റില്ല ആരെങ്കിലും. അപ്പോൾ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാവരും ഗെയിം മാറ്റി കളിച്ചാൽ അവരവർക്ക് നല്ലത്, ഇല്ലെങ്കിൽ അതോ ഗതി. അത്രയും പറയാം. അപ്പം അതുവരെ അടുത്ത എപ്പിസോഡ് റിവ്യൂ വരെ ബൈ.